കാട്ടി കിടന്നിട്ട് സൈക്കിൾ കിട്ടിയെന്ന് പറഞ്ഞു. നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ കാട്ടിന്ന് സൈക്കിൾ കിട്ടിയെന്നാണ് പറഞ്ഞത്. ആ സൈക്കിൾ രണ്ടുമാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയവർ ഒരു പക്ഷെ ഒടിച്ച് ആക്രിക്ക് കൊടുക്കാനാണ് കൊണ്ടുപോയതായിരിക്കും. കൊണ്ടുപോയതിൽ വലിയ രീതിയിൽ ചതിയായി ഇപ്പൊ ആരാണ് കൊണ്ടുപോയെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അല്ലേ. കണ്ടെത്തിയെങ്കിലും ആ സൈക്കിളിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട്. അപ്പൊ ഏതായാലും ഈ സൈക്കിൾ നമുക്ക് ഉടനെ തന്നെ ശരിയാക്കണ്ടേ. ഒത്തിരി സന്തോഷമുള്ള ഒരു വാർത്ത പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊട്ടാരക്കര SP ഓഫീസിന് മുമ്പിലാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടുപേര് സൈക്കിളുമായിട്ട് സ്റ്റേഷനിൽ നിൽക്കുന്നത്. രണ്ട് പിള്ളേരാട്ടോ. ഇവർക്ക് എന്തുവാ സൈക്കിളുമായിട്ട് സ്റ്റേഷനിലെ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര ചിരി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ പിള്ളേര് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എന്താ പിള്ളേരെ നിങ്ങൾ സൈക്കിളുമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നതെന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എന്താ പറ്റിയേ? ഞങ്ങൾ സൈക്കിൾ ആരോ എടുത്തോണ്ട് പോയി. എന്ന്? അന്ന് ശനിയാഴ്ച. ശനിയാഴ്ചയോ? എവിടെ വെച്ചിരുന്നു സൈക്കിള്? അവണൂര് വീടിന്റെ ഫ്രണ്ട് വെച്ചിരുന്നു. എവിടെ? അവണൂര്. അപ്പൊ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കൊട്ടാരക്കരയാണല്ലേ? കൊട്ടാരക്കര അവണൂര്. നിങ്ങൾ രണ്ടുപേരും സൈക്കിൾ വെച്ചിട്ട് പോയോ? ഒരു വീടിന്റെ ഗേറ്റിന് ഫ്രണ്ട് വെച്ചിട്ട് പോയത്. എന്നിട്ട് അപ്പം രാവിലെ ഇന്നും അങ്ങനെ വെച്ചിട്ടാ പോന്നെ. അപ്പം വൈകുന്നേരം എടുക്കാനായിട്ട് ഇരുന്നപ്പോ സൈക്കിൾ കാണുന്നില്ല. അപ്പൊ വീട്ടിലൊക്കെ ചോദിച്ചപ്പം അവിടെ കൊച്ചിറങ്ങാനാണെങ്കിൽ ഇതേപോലെ ഇവൻ സൈക്കിൾ എടുത്തോണ്ട് വന്ന് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഡയറക്റ്റ് രണ്ടുപേരും വന്നോ? ഞങ്ങൾ വന്നിട്ട് കേസ് കൊടുത്തിട്ട് ഇന്ന് വിളിച്ചു പറഞ്ഞ് റെയിൽവേ ട്രാക്കിന്റെ കാട്ടി കിടന്നിട്ട് സൈക്കിൾ കിട്ടിയെന്ന് പറഞ്ഞു. നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ കാട്ടിന്ന് സൈക്കിൾ കിട്ടിയെന്നാണ് പറഞ്ഞത്. ആ സൈക്കിൾ രണ്ടുമാണ് ഇത്. അപ്പൊ ഈ സൈക്കിൾ കിട്ടിയ വിവരവും ഇതിന്റെ സന്തോഷവും നമ്മളോടൊപ്പം ഇവര് പങ്കുവയ്ക്കാണ്. അത് പറയാം. അപ്പോ സൈക്കിൾ തിരിച്ചു കിട്ടിയെങ്കിൽ ഒത്തിരി സങ്കടമുണ്ട്. കാരണം വെച്ചാൽ ഈ കൊണ്ടുപോയത് ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കൊട്ടാരക്കരയിലെ നമ്മുടെ പോലീസുകാര് കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ആ സൈക്കിളിന് വേണ്ടി അന്വേഷണം നടത്തിയെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സൈക്കിളിന്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഈ സൈക്കിൾ ആര് കൊണ്ടുപോയാലും ശരി കണ്ടോ, ഇത് എന്തൊക്കെ പരുവത്തിലാക്കി. ഇത് ഗിയർ സൈക്കിൾ ആണല്ലേ? ഓക്കെ. അപ്പൊ ഇത് എന്തൊക്കെയാ ചെയ്ത ഈ സൈക്കിളില്? ഡിലേലറൊക്കെ ഒടിഞ്ഞ് ഇവിടെ ഈ സാധനം ഒടിച്ച് ബില്ലൊക്കെ പോയി, പിന്നെ റിമ്മ് വളഞ്ഞ് കുറെ പ്രശ്നമുണ്ട്. ഈ സൈക്കിളൊക്കെ ബ്രേക്ക് ഒന്നും ഇല്ല അല്ലേ? കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയവർ ഒരു പക്ഷെ ഒടിച്ച് ആക്രിക്ക് കൊടുക്കാനാണ് കൊണ്ടുപോയതായിരിക്കും. കൊണ്ടുപോയതിൽ വലിയ രീതിയിൽ ചതിയായി ഇപ്പൊ ആരാണ് കൊണ്ടുപോയെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അല്ലേ. പക്ഷെ ആ സൈക്കിൾ അവർക്ക് തിരിച്ചു കിട്ടി. അതിന്റെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഇനി ഇത് റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി പൈസ വേണം അല്ലേ. രണ്ടുപേരും എവിടെ പഠിക്കുന്നേ? ഞാൻ ബോയ്സിൽ, എട്ടാം ക്ലാസ്സിലോ? രണ്ടുപേരും 8ാം ക്ലാസ്സിലാണ്. അപ്പൊ രണ്ടുപേരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ ആവശ്യം ശരിക്കും പറഞ്ഞില്ല പോലീസുകാരുടെ അടുത്ത് നേരിട്ട് വന്ന് ഇവർ പറഞ്ഞപ്പോ അവരത് കേട്ടു. അവന് വേണ്ടി സീരിയസ് ആയിട്ട് തന്നെ ആ സൈക്കിൾ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി അന്വേഷിച്ചു. അവര് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നിന്ന് ഈ സൈക്കിൾ കണ്ടെത്തിയെങ്കിലും ആ സൈക്കിളിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട്. അപ്പൊ ഏതായാലും ഈ സൈക്കിൾ നമുക്ക് ഉടനെ തന്നെ ശരിയാക്കണ്ടേ. സൈക്കിളൊക്കെ ശരിയാക്കണം. അപ്പൊ നമ്മുടെ കേരള പോലീസിലെ നമ്മുടെ കൊട്ടാരക്കരയിലെ നല്ല പോലീസുകാരോട് താങ്ക്സ് പറയണ്ടേ? എന്നോടല്ല, കേരള പോലീസിന് താങ്ക്സ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ. ഏതായാലും ഈ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം കാണുന്നെങ്കിലും ഈ സൈക്കിൾ നന്നാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻ.